നമസ്കാരം. ED വന്നു, ചീമുട്ട സ്വീകരണം ഏറ്റുവാങ്ങി മടങ്ങി. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. രാജ്യം മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും മാത്രം കയറി ഇറങ്ങുന്ന ഒരു പ്രത്യേകതരം അന്വേഷണം നടത്തുന്ന ED പോലീസ് ഒടുവിൽ പിണറായിയെയും തേടി വന്നു. എന്തേ പിണറായിയെ ഇതുവരെ പൊക്കാത്തത് എന്ന് കേരളത്തിൽ വന്ന് പരിഭവിച്ച രാഹുൽ ഗാന്ധിക്കും ആശ്വസിക്കാം. ഒടുവിൽ വന്നു കേട്ടോ. ഭരണമൊഴിയാൻ കാത്തുനിന്നുവെന്നു മാത്രം. അതോ കോടതി ഉത്തരവിൻ്റെ അനുകൂല സാഹചര്യമോ? എന്തായാലും മകളുടെ പേരിലെടുത്ത കേസിൽ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കണ്ണൂരും ഒരേ സമയം പിണറായിയെ തേടി ED ഏമാന്മാരെത്തി. ഒന്നും കിട്ടിയില്ലെന്ന് എഴുതിക്കൊടുത്ത് മടങ്ങുകയും ചെയ്തു. ഐ ആം കോശി, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ. ഞങ്ങൾക്ക് വീടും സെർച്ച് ചെയ്യണം. CMR എക്സാലോജി അഴിമതി കേസിൽ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ്. വീണയുടെ മൊഴിയെടുക്കുന്നു. ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും പരിശോധന. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. തർക്കിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. CPM ഭയപ്പെടണം, അതിനൊരു സംശയം വേണ്ട. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ, കൈക്കൂലി മേടിച്ചിട്ടുണ്ടെങ്കിൽ മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഭയപ്പെടുക തന്നെ ചെയ്യണം. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ അവർക്ക് മനസ്സിലാവും. കഴിഞ്ഞ 35 വർഷമായിട്ട് ആ മനുഷ്യൻ ഈ വീട്ടിൽ താമസിക്കുന്നു. ഇന്ന് വരെ ഈ വീട്ടിൽ ആരും കയറിയിട്ടില്ല സെർച്ച് ചെയ്യാൻ. പിണറായിയെയും പിണറായി പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ഈ രീതിയിലുള്ള അക്രമം കൊണ്ട് ദുർബലപ്പെടുത്താം എന്നാണ് ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ദുർബലപ്പെടുന്ന ഒരാളല്ല പിണറായി എന്നും അങ്ങനെ ദുർബലപ്പെട്ടു പോകുന്ന പ്രസ്ഥാനമല്ല CPIM എന്നും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും മറ്റൊക്കെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? അത് ആളുകളിൽ ആശങ്ക ഉണ്ടാക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ആക്രമിക്കാനുമാണ്. അയാളെ അടിയോടെ പിഴുതെറിയാനാണ് ഞങ്ങളുടെ നീക്കം. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയല്ല, CPM-നെതിരായിട്ടുള്ള വേട്ടയാണ്. ഇതിനെ രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും. ഞങ്ങളുടെ ഒരു പ്രത്യേക രീതിയാണ്. ഞങ്ങൾ പിടിച്ചാൽ പിടിച്ച പോലിരിക്കും. ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ ബുദ്ധിപൂർവമായിരിക്കും. ED പോലീസ് കേന്ദ്ര പോലീസുമായി വന്നത് സംസ്ഥാന പോലീസോ പോലീസ് മന്ത്രിയോ അറിഞ്ഞില്ലത്രേ. ഒരു മുൻ മുഖ്യമന്ത്രിയും മുൻ പാർട്ടി സെക്രട്ടറിയുമായ ഒരു നേതാവിൻ്റെ വീട്ടിൽ സെർച്ചിന് വരുമ്പോൾ വഴി ചോദിക്കാനെങ്കിലും സംസ്ഥാന പോലീസിനെ വിളിക്കാമായിരുന്നു. അത്ര ഗതികെട്ടവരാണോ നമ്മുടെ പോലീസും പോലീസ് മന്ത്രിയും? ED മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നെന്നോ വിശദമായ പരിശോധനകൾ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്നുവെന്നോ ഒരു വിവരവും കേരള പോലീസിന് ഉണ്ടായിരുന്നില്ല. ഇന്ന് രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത്? അതായത് EDയുടെ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ED വരുന്നതിന് മുമ്പ് പോലീസ് ഈ പറയുന്ന റെയ്ഡ് നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം സ്ഥാനം ഉറപ്പിച്ചല്ലോ. അപ്പൊ ഇവരറിയാതെയാണ്. അപ്പൊ ഈ പോലീസ് മന്ത്രിക്ക് പോലീസിന്റെ മുകളിൽ നിയന്ത്രണമില്ലേ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. അപ്പൊ കേരള പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇതേ സംബന്ധിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വീട്ടിൽ പോയി മനുഷ്യനെ വിലക്കെടുത്താതെ. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും മാത്രമല്ല അക്രമപരമായും നേരിടാനാണ് CPM-ന്റെ തീരുമാനം എന്ന് തോന്നുന്നു. പ്രവർത്തകർ തിരുവനന്തപുരത്തെ പിണറായിയുടെ വസതിയുടെ മുന്നിലേക്ക് ഇരച്ചെത്തി. സംസ്ഥാന പോലീസ് നോക്കി നിൽക്കെ കേന്ദ്ര പോലീസിനു നേരെ കല്ലും കുപ്പിയും ഹെൽമറ്റും വലിച്ചെറിഞ്ഞു. ED-ക്കാർ വന്ന കാറുകൾ ആക്രമിച്ച് സമാധാനപരമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇനി ഞങ്ങളെ പോലീസുകാർ കൊണ്ടുപോയാൽ രാജേഷ്, ഞാൻ പറയുന്ന ചില ആൾക്കാരെ ഒന്ന് വിളിക്കണം. വിളവ് കൊയ്തതു ഇവരാണല്ലേ. തിരമാലകളാഴം കടിക്കണ
ആസൂത്രിതമായ ഒരു അക്രമമാണ് ഇവിടെ ഉണ്ടായത്. പിണറായിലും കോഴിക്കോടും ഉണ്ടാകാത്ത സംഭവം എങ്ങനെയാണ് തിരുവനന്തപുരത്തുണ്ടായത്? അപ്പോൾ ഇവിടെ ബോധപൂർവമായി അക്രമം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് CPM-ന്റെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചത്. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. സമാധാനപരമായ രീതിയിലാണ് പ്രതിഷേധിക്കുന്നത്. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് പ്രതിഷേധം, അല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള അക്രമത്തിന്റെ ഭാഗമായിട്ടല്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത്. ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടേ അല്ല, എല്ലാവരും കൂടെ ഇറങ്ങുകയാണ്. അതാണ് ഉണ്ടായത്. അണി BDF-ന്റെ അണി കൈകൾ ശുദ്ധമാണ് എന്ന് സംസ്ഥാന നിയമസഭയിൽ പ്രസ്താവിച്ച സഖാവ് പിണറായി വിജയൻ ഒരു അന്വേഷണത്തിനും എന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇവിടെയും അന്വേഷണ മാമാങ്കം നടക്കുകയാണ്. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഇഡിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ രാജ്യമെങ്ങും നടന്നിട്ടുണ്ട്. സോണിയാഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്തപ്പോൾ ദേശീയ പ്രക്ഷോഭം വരെ നടന്നു. കോൺഗ്രസുകാർ ട്രെയിൻ തടഞ്ഞു. ആം ആദ്മി, തൃണമൂൽ പ്രക്ഷോഭങ്ങളും രാജ്യം കണ്ടു. എന്നാൽ അവിടെ എങ്ങും കാണാത്ത ഒരു പ്രത്യേക ഐറ്റം സമരം കേരളത്തിലാണ് ഇഡിക്ക് നേരിടേണ്ടി വന്നത്. മുട്ടയേറ് പ്രതിഷേധം, അതും ഒരു മുൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ. കൂടോത്ര മുട്ടയൊന്നുമല്ല, നല്ല ചീഞ്ഞ മുട്ട തന്നെ. അതല്ലെങ്കിൽ കാണിച്ചേ നല്ല ഉന്നം കിട്ടും. അക്രമം നടത്തിയ ആളുകളുടെ പേരിൽ കർശനമായ നടപടി ഉണ്ടാകും. ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് നിൽക്കുന്ന അണികളെ അങ്ങോട്ട് മറികടന്ന് ഞങ്ങൾ ഈ പാർട്ടി ഓഫീസിലേക്ക് കയറും എന്നുള്ള ധാർഷ്ട്യമൊന്നും കേരളത്തിലെ പോലീസിന് വേണം. പൊളിറ്റിക്കലായിട്ട് പലതരത്തിലും ഇടപെടലുണ്ടാവും. ജസ്റ്റ് ഡോണ്ട് കെയർ. രാഷ്ട്രീയമല്ല, ജനമാണ് വലുത്. ആൻഡ് പീപ്പിൾ വാണ്ട് ആക്ഷൻ. പ്രതികളെ കൊടുക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല, അതൊക്കെ പോലീസിന്റെ ജോലി. ദിവസം ഇങ്ങോട്ടേ എണ്ണമെത്തിയനിയ ചക്ക വീണു മുയം ചത്ത പോലെ ഇനി എപ്പോഴും നടക്ക ഇങ്ങോട്ടേ നിന്റെ ഗന്ധ്യമനിയ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ട് എന്ന് പോലീസിന് തെളിവോടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. നീ വിഷമിക്കാതിരടാ, നിന്നെ പാർട്ടി സംരക്ഷിക്കും. അത് മതി. പാർട്ടി ഓഫീസിൽ സംരക്ഷണം ചോദിച്ചോ? നീ വിഷമിക്കാതിരടാ, നിന്നെ പാർട്ടി സംരക്ഷിക്കും. ഇതാണല്ലേ സംരക്ഷണം. കേരളത്തിൽ ഇഡിയെ CPM പ്രവർത്തകർ ആക്രമിച്ചു എന്ന് ആരാ പറഞ്ഞത്? ആക്രമിച്ചിട്ടൊന്നുമില്ലെന്ന് M സ്വരാജ് സാക്ഷ്യപ്പെടുത്തുന്നു. മുട്ടയേറിനെ അക്രമമെന്ന് പറഞ്ഞാൽ ശരിക്കുള്ളതിനെ എന്തു വിളിക്കും? എന്റെ മൂക്കിന്റെ പാലമായി ഉമ്മാരിടിച്ചു പൊളിച്ചത്. പാമ്പൻ പാലം തകർന്നിട്ട് ശരിയാക്കുന്നു സാർ. അത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മൂക്കിന്റെ പാലം. എന്റെ ഫ്രിഡ്ജ് പോയി, മിക്സി പോയി, അതൊക്കെ പോട്ടെ. എനിക്ക് ഗിഫ്റ്റായി കിട്ടിയ ഒരു കുപ്പി സ്കോച്ച് എടുത്ത് അടിച്ച് വെളിവില്ലാതെ ഉമ്മാർ എന്നെ തന്നെ തല്ലി. വെളിവുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ? ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. ഒരു കോഴിമുട്ടക്ക് എന്താ വില? 1.25 രൂപ വരും. എത്ര? 1.25. അത് മിനിഞ്ഞാന്ന്. ഇന്നലെ 1.37. അതുപോലത്തെ 152 മുട്ടയാണ് ഉമ്മാർ എറിഞ്ഞു കളിച്ചത്. അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമി ഒലുക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇതൊരു അക്രമമേ അല്ല. ഇന്നലെ പിന്നെ എന്താ നടന്നത്? അവിടെ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? സാറിനെ ഞങ്ങള് ബാക്കി വെച്ചില്ലേ? സത്യത്തിൽ പിണറായി ഇഡിയോട് നന്ദി പറയുകയാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് മുൻ മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും അണികൾ അറഞ്ചം പുറഞ്ചം വിമർശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിണറായി പ്രതിപക്ഷ നേതാവ് ആകേണ്ട എന്ന അഭിപ്രായം ഇടതു സാംസ്കാരിക നായകർക്ക് മാത്രമല്ല, പല പാർട്ടി പ്രവർത്തകർക്ക് പോലുമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ റെയ്ഡ് കൊണ്ട് അണികളെല്ലാം പിണറായിക്ക് പിന്നിൽ എന്തിനും തയ്യാറായി അണിനിരന്നു. പ്രവർത്തകരുടെ അകമഴിഞ്ഞ പിന്തുണയ്ക്ക് പിണറായി ഇഡിയോടാണ് ശരിക്കും നന്ദി പറയേണ്ടത്. പാർട്ടിയുടെ
അകമഴിഞ്ഞ പിന്തുണയാണ് പാർട്ടി ശത്രുക്കൾ ഒത്തിവലിക്കാനൊരുങ്ങിയ എല്ലാ ഘട്ടത്തിലും ലഭ്യമായിട്ടുള്ളത്. ആ പിന്തുണക്ക് ഒരു കുറവും ഒരു ചാഞ്ചല്യവും ഇല്ല എന്നതാണ് ഇന്ന് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കിയിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം. ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്കിറങ്ങാം. തമ്പുരാന് വെറുതെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഈ തലയും കാലും ഒക്കെ പോണത് ഞങ്ങളുടെ. പിണറായിക്കെതിരെയുള്ള ED റെയ്ഡ് മാത്യു കുഴൽനാടനെ പോലുള്ളവരെ ആഹ്ലാദിപ്പിക്കുന്നുവെങ്കിലും ആശങ്കയുള്ളവരും ഇല്ലാതില്ല. CMRL കമ്പനിയുടെ കണക്ക് ബുക്കിൽ പറ്റുപടി പറ്റിയിട്ടുള്ള നേതാക്കളിൽ എല്ലാ പാർട്ടിക്കാരുമുണ്ട്, കോൺഗ്രസ്സുകാരുമുണ്ട്, അതിൽ ചിലർ മന്ത്രിമാരുമാണ്. EDയുടെ അടുത്ത ഊഴവും ലക്ഷ്യവും സെക്രട്ടേറിയറ്റ് ആയിരിക്കും എന്ന് ഭയപ്പെടുന്നവരുമുണ്ട് കോൺഗ്രസിൽ. വീണാ വിജയനെതിരായി നേരത്തെ കൊടുത്ത കേസുണ്ടല്ലോ, മാത്യു കുഴൽനാടൻ, ആ കേസെല്ലാം ഇതിൽ യാതൊരു കഴമ്പുമില്ലെന്ന് പറഞ്ഞിട്ട് തള്ളിയതാണ്. മാത്യു കുഴൽനാടിനെതിരായി ശക്തമായിട്ടുള്ള വിമർശനം കോടതി ഉന്നയിച്ചതുമാണ്. ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കേരളം അറിഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്നെങ്കിലും സത്യം പുറത്തു വരും. ഒരുപക്ഷെ അത് പിണറായി വിജയൻ അധികാരത്തിലിരുന്ന സമയത്ത് പുറത്തു വന്നില്ലെങ്കിൽ കൂടിയും സ്വാഭാവികമായിട്ടും സത്യത്തെ എക്കാലത്തേക്കും അങ്ങനെ മൂടി വയ്ക്കാൻ കഴിയില്ല. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. ഈ അന്വേഷണത്തിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ കോടതി തള്ളിക്കളഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നടക്കുന്ന റെയ്ഡാണ്. അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. കേരളത്തിൽ വരുമ്പോൾ ED നല്ലതും കേന്ദ്രാന്വേഷണ ഏജൻസികൾ നല്ലതും, കേരളത്തിന് വെളിയിൽ ഈ കേന്ദ്രാന്വേഷണ ഏജൻസികൾ മോശവും എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ED ആയിട്ട് കൂട്ടുകെട്ടൊന്നുമില്ല. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ട് ED മിക്കവാറും സെക്രട്ടേറിയറ്റിലേക്കും കയറും കുറച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് EDനെ ഞങ്ങൾക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. എന്താണ് എന്നെ വിശ്വാസമില്ല നിങ്ങൾക്ക്? ഇല്ല പൊടി, അന്നെ വിശ്വാസമില്ല. ഇതാണ് ഒരിക്കൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ ആരും വിശ്വസിക്കില്ല. അതാണ് ED റെയ്ഡിനെതിരെ തിരുവനന്തപുരത്തെ മുട്ടയേറ് കൊച്ചിയിലെ EDക്കാരെ വിറപ്പിച്ചിട്ടുണ്ടെങ്കിലും അങ്ങ് ഡൽഹിയിലെ EDക്കാരും അവരെ കയറൂരി വിട്ടിരിക്കുന്ന മോദി ഷാമാരും അറിയണമെങ്കിൽ പ്രതിഷേധം തലസ്ഥാനത്ത് അരങ്ങേറണം. സഖാവ് MA ബേബിയും PB അംഗങ്ങളും പ്രവർത്തകരും അവിടെ പ്രതിഷേധിച്ചു, അറസ്റ്റ് വരിച്ചു. ഡൽഹിയിലെ കാര്യം ഓർത്തിട്ടാണോ നീ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിണറായിയും പാർട്ടിയുമാണ് ഇതിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയും രാഷ്ട്രീയമായിട്ട് പിണറായി വിജയനെയും പാർട്ടിയും പ്രതിരോധിക്കാനും പിണറായി വിജയൻ്റെ മകളായിപ്പോയി എന്നതിൻ്റെ പേരിൽ പിണറായി വിജയനെതിരായിട്ട് നടക്കുന്ന ഈ ആക്രമണം കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചു. സഖാവ് പിണറായിയെ ഉന്നം വയ്ക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഉന്നം വയ്ക്കുന്നതാണ്. ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ, സംഘപരിവാരത്തെ, അതിനെതിരെ പ്രതിരോധം തീർക്കുന്ന ഈ മതനിരപേക്ഷ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ്. അതിശക്തമായ പ്രതിരോധം ഇത് സംബന്ധിച്ച് ചെയ്യാൻ വരും. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല്. രാജ്യമെമ്പാടും ഇതിനെതിരെ ഉജ്ജ്വലമായ സമരമുയർന്നു, ഉജ്ജ്വലമായ പ്രതിഷേധമുയർന്നു. അതിന്റെ ഏറ്റവും ഗംഭീരമായ സമര അനുഭവമാണ് നടക്കുന്നത്. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കുകയാണ് കടവാവില്. ഡൗൺ ഡൗൺ നരേന്ദ്രമോദി. BJP ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ കാലമായി. മനസ്സിലാക്കി കളഞ്ഞല്ലോ. നമ്മുടെ രാജ്യത്തിലെ ഗവൺമെൻറ്റിൻ്റെ കൈവശമുള്ള നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട വകുപ്പുകളെ പക്ഷപാതപരമായി രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ടിടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. കണ്ണൂർ, വെയ്യൂര്, തിരുവനന്തപുരം, കേരളത്തിലെ ഈ 3 സെൻട്രൽ ജയിലുകളും ആശാന് തറവാട് പോലെയാണ്.